ആരാണ് സിൻഡിക്കേറ്റ്? എന്താണ് സിൻഡിക്കേറ്റും ഇന്ദിരാഗാന്ധിയും പിണങ്ങാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആരാണ് സിൻഡിക്കേറ്റ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ള ഒരു കൂട്ടം നേതാക്കന്മാരെയാണ് നമ്മൾ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം മൊറാർജി ദേശായി വേഴ്സസ് ഇന്ദിരാഗാന്ധി മത്സരമുണ്ടായ സമയത്ത് ഇന്ദിരാഗാന്ധിയെ പിന്താങ്ങിയിരുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള വിഭാഗം കോൺഗ്രസ് ലീഡേഴ്സ് ആയിരുന്നു സിൻഡിക്കേറ്റ് എന്നറിയപ്പെടുന്നത്. കെ കാമരാജ് അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരായിരുന്നു സിൻഡിക്കേറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്ന ഒരു വിഭാഗം നേതാക്കന്മാരെയാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. പിന്നീട് എന്താണ് ഇന്ദിരാഗാന്ധിയും സിൻഡിക്കേറ്റും തമ്മിൽ സംഭവിച്ചത്? നമുക്ക് കാണാൻ പറ്റുന്നത് സിൻഡിക്കേറ്റ് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി അത്ര പക്വമായിട്ടുള്ള ഒരു നേതാവല്ല, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആശയങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു നേതാവായിരിക്കും ഇന്ദിരാഗാന്ധി എന്നുള്ളതായിരുന്നു തങ്ങളുടെ ഉപദേശങ്ങൾക്കനുസരിച്ച്. കാരണം തങ്ങളാണല്ലോ ഈ ഇന്ദിരാഗാന്ധിയെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഉപദേശങ്ങൾക്കനുസരിച്ചും തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും ഇന്ദിരാഗാന്ധി മുമ്പോട്ട് പോകും എന്നുള്ളതായിരുന്നു ആര് പ്രതീക്ഷിച്ചിരുന്നത്? സിൻഡിക്കേറ്റ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധി ഒരു ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുത്തു. വിതിൻ ദ കോൺഗ്രസ് അല്ല, ഔട്ട്സൈഡിൽ നിന്നും അത്യാവശ്യം കൃത്യമായിട്ടും ഉപദേശങ്ങൾ നൽകുന്ന ഒരു കൂട്ടം ആളുകളുടെ സഹായമാണ് ഇന്ദിരാഗാന്ധി ഈ ഒരു സമയത്ത് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധി തങ്ങൾക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ തങ്ങൾക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാവുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധി എടുക്കുന്ന ഓരോ ഡിസിഷനും സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തങ്ങൾക്കെതിരാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 10 പ്രോജക്റ്റ് പ്രോഗ്രാമുമായിട്ട് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? മുമ്പോട്ട് വരുന്നു. ഇത് മൊത്തം ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഈ പറയുന്ന ദേശീയസാൽക്കരിക്കുക, അല്ലെങ്കിൽ നാഷണലൈസേഷൻ ഓഫ് പല സെക്ടേഴ്സിനും നാഷണലൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള പോളിസിയൊക്കെയാണ് ഇന്ദിരാഗാന്ധി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സെൻട്രലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് വിരുദ്ധമാണ് എന്നൊരു തോന്നൽ സിൻഡിക്കേറ്റിന് ഉണ്ടാകുന്നു. സിൻഡിക്കേറ്റും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുന്നു. പിന്നീട് പ്രസിഡൻഷ്യൽ ഇലക്ഷനോട് കൂടിയാണ് ഇത് പബ്ലിക് ആവുന്നത്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടി ഓപ്പൺ ആയി വരുന്നത് പ്രസിഡൻഷ്യൽ ഇലക്ഷനോട് കൂടിയാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സജസ്റ്റ് ചെയ്ത നേതാവിനെതിരായിട്ട് വി ഗിരിയാണ് സപ്പോർട്ട് ചെയ്യാൻ ആര് ഡിസൈഡ് ചെയ്യുന്നത്? ഇന്ദിരാഗാന്ധി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ വി ഗിരിയെ ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വി ഗിരി ജയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിക്കൊണ്ടാണ് സിൻഡിക്കേറ്റ് ഇന്ദിരാഗാന്ധിയോടുള്ള പ്രതികാരം വീട്ടുന്നത്. ഇതോടുകൂടി കോൺഗ്രസ് രണ്ടായിട്ട് പിളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് പുറത്താവാനും അതേ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താനും പിന്നീട് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി പുറത്താവാനും കാരണമായ ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഗ്രസിനകത്തെ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.